ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അതിശക്തമായ പാകിസ്ഥാൻ ചാരശൃംഖലയെ തകർത്ത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ. മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 22 പേർ അറസ്റ്റിലായി. നിലവിൽ 8 പേരെ കൂടി അറസ്റ്റ് ചെയ്തതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 22 ഉയർന്നു. രാജ്യത്തെ നടുക്കുന്ന വിവരങ്ങളാണ് ഈ അറസ്റ്റിലൂടെ പുറത്തുവരുന്നത്. ഗസിയാബാദിലെ കൗശാംബി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു സാധാരണ വിവരത്തിൽ നിന്നാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ വലിയ ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞത്. കേവലം ഒരു പ്രാദേശിക രഹസ്യാന്വേഷണമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ അതിർത്തി കടന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന വിപുലമായ ഒരു ശൃംഖലയാണിതെന്ന് വ്യക്തമായി കഴിഞ്ഞു. ശൃംഖലയുടെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ നൌഷാദ് അലി ഫരീദാബാദിൽ നിന്നാണ് പിടിയിലായത്. ഒരു പെട്രോൾ പമ്പിന് സമീപം പഞ്ചർ ഒട്ടിക്കുന്ന കടയുടെ മറവിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പിടിയിലായവരിൽ ചിലർ ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സന്ദർശനം നടത്തുകയും അവിടെ നിന്നുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു വലിയ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ എന്ന ഗൗരവകരമായ സംശയം അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ നമ്പറുകൾ ഉപയോഗിച്ച് വിദേശത്തിരുന്ന് വാട്സപ്പ് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന OTP സിം കാർഡ് മാഫിയയുമായും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഉത്തർപ്രദേശിന് പുറമെ ബീഹാർ, മഹാരാഷ്ട്ര, നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും ഈ ശൃംഖലയുടെ വേരുകൾ നീളുന്നുണ്ട്. NIA, ATS, വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ എന്നിവർ സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. ഈ ശൃംഖലയുടെ പ്രവർത്തന രീതി അങ്ങേയറ്റം പ്രൊഫഷണൽ ആയിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തെ അമ്പരപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യയിൽ അറിവുള്ള യുവാക്കളെ ചാരപ്രവർത്തനത്തിനായി റിക്രൂട്ട് ചെയ്യുന്നതിൽ നൌഷാദ് അലി പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മൊബൈൽ റിപ്പയറിംഗ്, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യൽ, CCTV ഇൻസ്റ്റാളേഷൻ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള യുവാക്കളെ പണം നൽകി പ്രലോഭിച്ചാണ് സംഘത്തിലേക്ക് ആകർഷിച്ചിരുന്നത്.